പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പും കൂടാതെ 3200 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ മാസം തന്നെ ലഭിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനത്തിലുള്ള തുകയിലെ 1 മാസത്തെ ഗഡു വിതരണം ചെയ്യുകയാണ്. ഇത് കൂടാതെ തന്നെ 2 മാസത്തെ തുകയാണ് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പായി നമ്മളുടെ കൈകളിലേക്ക് ലഭിക്കുവാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഓണത്തിന് മുമ്പാകെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ, അതായത് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ്, അതായത് അടുത്ത മാസം തുടങ്ങുന്നതിന് മുമ്പാകെ തന്നെ ഓണത്തിനുള്ള 2 മാസത്തെ ക്ഷേമ പെൻഷൻ 3200 രൂപ വിതരണം ചെയ്ത് തുടങ്ങുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മാസം 1600 രൂപ ലഭിക്കുമെന്നും അതിനുശേഷം 2 മാസത്തെ തുക കൂടി ലഭിക്കുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഈ മാസം തന്നെ 2 മാസത്തെ തുകയായ 3200 രൂപ നൽകുകയും കൂടാതെ അടുത്ത മാസം അവസാനത്തോടു കൂടി തന്നെ സാധാരണ രീതിയിലുള്ള 1 മാസത്തെ ഗഡു കൂടി തുക ലഭിക്കുവാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനമുണ്ടായിരിക്കുന്നു. 5 മാസത്തെ കുടിശ്ശികയിൽ 1 ഗഡുവും നടപ്പ് മാസത്തെ, അതായത് ഈ മാസത്തെ 1 മാസത്തെ പെൻഷനോടെ കൂട്ടിയാണ് 2 മാസത്തെ തുക 3200 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. ഓണക്കാല ചിലവുകൾക്ക് വേണ്ടി ഇതിന് മുന്നോടിയായിട്ട് 3000 കോടി രൂപ ധനവകുപ്പ് കടമെടുക്കുകയാണ്. ഓണക്കാല ചെലവ് കൂടുതലായിട്ട് പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിന് കേന്ദ്ര സർക്കാർ കനിയണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഓണക്കാലത്ത് 2 മാസത്തെ പെൻഷൻ കൊടുക്കാനാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. 60 ലക്ഷം പെൻഷൻകാർക്ക് 3200 രൂപ വീതം ഈ മാസം അവസാനത്തോടു കൂടി തന്നെ കിട്ടിത്തുടങ്ങും. 1800 കോടി രൂപയാണ് ഇതിനുവേണ്ടി വകയിരുത്തുന്നത്. 5 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷവും ബാക്കി 3 മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് മുൻഗണനാ ക്രമത്തിൽ തന്നെ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതനുസരിച്ചാണ് ഓണക്കാലത്തെ 1 മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നടപ്പ് മാസത്തെ പെൻഷൻ അനുവദിക്കുന്നത്. ഓണക്കാല ചെലവുകൾക്കായി 5000 കോടിയെങ്കിലും വേണമെന്നാണ് ഇപ്പോൾ ഏകദേശ കണക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് കൂടാതെ അടുത്ത മാസം സാധാരണ ലഭിക്കുന്നത് പോലെ തന്നെയുള്ള ക്ഷേമ പെൻഷൻ തുക, അതായത് ഈ കുടിശ്ശിക ഇപ്പോൾ പഴയ കുടിശ്ശികയാണ് കിട്ടുന്നത്. അതുകൂടാതെ തന്നെ ഈ മാസത്തെ, അതായത് ആഗസ്റ്റ് മാസത്തെ പെൻഷൻ തുക ഈ മാസം അപ്പോൾ 2 മാസത്തെ തുക ലഭിക്കും. അടുത്തത് സെപ്റ്റംബർ മാസത്തിലെ തുക അടുത്ത മാസം 25-ാം തീയതിയോട് കൂടിയൊക്കെ തന്നെ സാധാരണ ലഭിക്കുന്ന രീതിയിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. വളരെ സന്തോഷം നൽകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമ്മളെല്ലാം പ്രതീക്ഷിച്ച് 1 മാസത്തെ പെൻഷൻ തുക ഈ മാസം ലഭിക്കുകയുള്ളൂ എന്നാണ്. ഓണം കളറാകാനായിട്ട് ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ തുക തന്നെ ഈ മാസം തന്നെ നൽകിയിരിക്കുകയാണ്. ഓണം കഴിഞ്ഞായിരിക്കും ഇനി 1 മാസത്തെ തുക, അതായത് നമ്മൾ മുൻപ് പറഞ്ഞ 1 മാസത്തെ തുകയിൽ ചെറിയ മാറ്റം വന്നത് അത് ഓണം കഴിഞ്ഞത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു കാര്യമായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്.